ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലും അതുപോലെ വളരെ രുചികരവുമായിട്ടുള്ള ഒരു ബനാന റെസിപ്പിയാണ്. ഇത് ഞാൻ ഏത്തപ്പഴം ഉപയോഗിച്ചാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് പഴം കൊണ്ടും നമുക്കുണ്ടാക്കാം. നല്ലതുപോലെ പഴുത്ത പഴം നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നല്ല പഴുത്ത പഴം ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് ഈ ബനാന ബർഫി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ബനാന ബർഫി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ പഴുത്ത പഴമാണ്, നല്ല പഴുത്ത പഴമായിരിക്കണം നമുക്ക് ഈ ബനാന ബർഫി ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ശർക്കര ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കണം. ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടും മൈദ കൊണ്ടും ഉണ്ടാക്കാം. ഞാൻ ഇന്ന് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. 1/3 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി നമുക്ക് ആ ഏത്തപ്പഴം ഒന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലതുപോലെ പഴുത്ത കേടാകാത്ത ഏത് പഴം കൊണ്ടും നമുക്കിതുണ്ടാക്കാം. പാളയംകോടനോ ഞാലിപ്പൂവനോ റോബസ്റ്റയോ ഏത് വേണമെങ്കിലും ആകാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. ഇതുപോലെ അരച്ചെടുക്കണം. ഈ ശർക്കരയൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ശർക്കര. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബദാം പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കൈവശമുള്ളതിനനുസരിച്ച് നമ്മൾ ചേർക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇടാം. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും മൂക്കുമ്പോൾ നമുക്കതിലേക്ക് ഇനി കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കറുത്ത മുന്തിരിയാണ്, സീഡ്ലെസ് ആണ് ഇടുന്നത്. കഴുകി വെച്ചിരിക്കുന്നു, അതും കൂടെ ഒന്ന് ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. ഞാൻ ബാക്കി നെയ്യിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇടാം. നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം നെയ്ക്കകത്തിട്ട്. നമ്മുടെ റവ കൂടി നമുക്കതിലേക്ക് ചേർക്കാം.
റവ അരിപ്പൊടി ഞാൻ നെയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ആ പഴം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. തീ കൂടിപ്പോയെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആ ശർക്കര പാനി നമുക്കത് അരിപ്പൊടി പൊടി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇത് തീ കൂട്ടി വെച്ചെന്നാൽ പറ്റിപ്പോകും കേട്ടോ. അതുകൊണ്ട് തീ കുറച്ച് തന്നെ ഇരുന്നാൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ആദ്യം മുതൽ അവസാനം വരെ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ കുഴപ്പമില്ല. നല്ലതുപോലെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇതിൻ്റെ നിറം കുറച്ചുകൂടി ഒന്ന് മാറും. ഈ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇപ്പോൾ ചേർക്കാം. അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഞാൻ വറുത്ത് വെച്ചിരുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും വരട്ടിയെടുക്കാം. അതിന് എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, ആ പാത്രത്തിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് ഉരുണ്ട് പോരുവാണ്. ആ പാകമാകണം. ഇത്രയും മതി. ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിത് മറിച്ചെടുക്കുമ്പോഴത്തേന് അണ്ടിപ്പരിപ്പൊക്കെ മുകളിലേക്ക് വന്നോളും. ഇതിലേക്ക് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബനാന ബർഫിയുടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അമർത്തി, അതെല്ലാം ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ എടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് അമർത്തി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മളിത് ആറാൻ വെക്കണം. നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ആറി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന ബർഫിയാണ്. ഇതുപോലെ ഇടയ്ക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും.